കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്തവർക്ക് ഒന്നല്ല 2 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഒരണ്ടം റിലീസ് ആകുമ്പോഴും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഓവം സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും ആ എംബ്രിയോ ഒന്ന് സെപ്പറേറ്റ് ആകുമ്പോഴാണ് നമുക്ക് ട്വിൻ പ്രഗ്നൻസിയും ട്രിപ്ലറ്റ് പ്രഗ്നൻസിയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സ്, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ 4 ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട ടിപ്പ് എന്ന് പറയുന്നത് മൾട്ടി വിറ്റമിനോ അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റ്സോ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, എത്ര മാസമായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ആ സമയങ്ങളിൽ മൾട്ടി വിറ്റമിൻ്റെ മെഡിസിനുകളും അതുപോലെ ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റും നിങ്ങൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. റീസൺ എന്താണെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി മൂലം കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസ് ശരീരത്തിലില്ല, കുഞ്ഞിന്റെ ഗ്രോത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞിന്റെ ഗ്രോത്ത് അവിടെ വെച്ച് നിന്നുപോയി, അതുകൊണ്ടാണ് ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ടി വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി ആകാനും ആ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റ്സ് ഇന്ന് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എടുത്തു തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ പ്രഗ്നൻസി ആയി കഴിഞ്ഞാലും അത് നഷ്ടമായി പോകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് മൾട്ടി വിറ്റമിനുകളെ പറ്റിയിട്ടാണ്. മൾട്ടി വിറ്റമിൻ്റെ മെഡിസിൻ നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും. സിങ്കിൻ്റെ കണ്ടന്റ് ഉണ്ടാവും, അയോൺ ഉണ്ടാവും, കാൽസ്യം ഉണ്ടാവും, മറ്റുള്ള ഒരുപാട് വൈറ്റൽ ന്യൂട്രിയൻസ് അതിൽ അടങ്ങിയിട്ടുണ്ടാകും. ഇതെല്ലാം നിങ്ങളുടെ ക്വാളിറ്റിയുള്ള ഒരു അണ്ടം നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഓൾറെഡി ഒരു ഓവുലേഷൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോഴേക്കും ക്വാളിറ്റിയോടുകൂടി ഒരുപാട് അണ്ടം പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അത് അറ്റ് എ ടൈം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അണ്ടം റിലീസ് ആകാനായിട്ടുള്ള ഒരു ചാൻസസും ഇൻക്രീസ് ചെയ്യും. ഒന്നിൽ കൂടുതൽ അണ്ടം ആ ഒരു മാസത്തിൽ ചിലപ്പോൾ ആ ഒരു ദിവസമായിരിക്കില്ല നിങ്ങൾക്ക് റിലീസ് ആവുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത അണ്ടവും റിലീസ് ആകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ പ്രഗ്നൻസി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റും മൾട്ടി വിറ്റമിൻ സപ്ലിമെൻറ്റും നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുക കേട്ടോ. ഇത് ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഒരു ഫിസിഷ്യനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഓൾറെഡി ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലോ നിങ്ങൾക്കിത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ച് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്റർ, മറ്റുള്ള എന്താ പറയുക, നമ്മുടെ അടുത്തുണ്ടാവുന്ന നേഴ്സുമാരുണ്ടാവല്ലോ, അവരെയൊക്കെ സമീപിച്ചതിന് ശേഷം, ആശാ വർക്കർ ഉണ്ടാകും, അവരെയൊക്കെ സമീപിച്ചതിന് ശേഷം ഈ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രിനേറ്റൽ വിറ്റമിൻസ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് കിട്ടും കേട്ടോ. ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന ന്യൂട്രിയൻറ്റ് കറക്റ്റ് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. വൺസ് പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. രണ്ടാമത്, ഒരു കൂടുതൽ പ്രഗ്നൻസി ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉള്ളത് ലെട്രസോളിൻ്റെ മെഡിസിനോ അല്ലെങ്കിൽ ക്ലോമഫിൻ സിട്രേറ്റിൻ്റെ മെഡിസിനോ എടുക്കുന്നവർക്കാണ്. ഇത് അണ്ടം വളരാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുന്ന മെഡിസിനാണ്. അതുപോലെ തന്നെ പലർക്കും അണ്ടം വളരാൻ വേണ്ടിയിട്ട് ഫോളിക്കൽസ് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇഞ്ചെക്ഷൻസ് എടുക്കുന്നവരുണ്ട്. ഓൾറെഡി ഓവുലേഷൻ നടക്കുന്ന ആളുകളാണെങ്കിലും ചില കേസിൽ ഡോക്ടർമാർ ഈ ഒരു മെഡിസിൻ കൊടുക്കാറുണ്ട്. അതായത് ഹസ്ബൻഡ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഹസ്ബൻഡിനെ കാണാനായിട്ട് പോകുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രഗ്നൻസി നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ഡോക്ടർ അതൊന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെട്രസോളിൻ്റെ മെഡിസിനോ ക്ലോമഫിൻ സിട്രേറ്റിൻ്റെ മെഡിസിനോ അല്ലെങ്കിൽ മറ്റുള്ള ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസോ ഒക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് ഓൾറെഡി ഓവുലേഷൻ നടക്കുന്നവരാണെങ്കിൽ അവരിൽ ഒന്നിൽ കൂടുതൽ അണ്ടം പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നോ റൈറ്റ് സൈഡിൽ നിന്നോ ഒരേപോലെ അണ്ടം റിലീസ് ആകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓവറിൽ നിന്ന് തന്നെ 2 അണ്ടവും റിലീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറ്റ് എ ടൈം തന്നെ 2 ആ എഗ്ഗും റിലീസ് ആകും. മറ്റു ചില ആളുകൾക്ക് ഒരു ആഴ്ചയുടെയോ അല്ലെങ്കിൽ 3-4 ദിവസത്തിൻ്റെയോ ഗ്യാപ്പിൽ എഗ്ഗ് റിലീസ് ആകാനായിട്ടും ചാൻസസ് ഉണ്ട് കേട്ടോ. ലെട്രസോളിൻ്റെ മെഡിസിൻ ആണെങ്കിലും ക്ലോമഫിൻ സിട്രേറ്റിൻ്റെ മെഡിസിൻ ആണെങ്കിലും നിങ്ങൾ ഓൾറെഡി ഓവുലേഷൻ നടക്കുന്നവരാണെങ്കിലോ PCOD ഉള്ളവരാണെങ്കിലോ നിങ്ങൾ എന്താണോ പ്രോപ്പറായിട്ട് ഓവുലേഷൻ ഡേ വരുന്നത് അതിനേക്കാളും ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങണം. കാരണം ഈ മെഡിസിൻസ് എടുത്തിട്ട് നമ്മൾ ഓവറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അണ്ടം റിലീസ് ആക്കാനായിട്ട് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നേരത്തെ തന്നെ ഓവുലേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന ഓവുലേഷൻ ഡേ അനുസരിച്ചിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ഓവുലേഷൻ ഡേറ്റ് നമുക്ക് മിസ്സായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം 24 hours മാത്രമേ നമ്മളുടെ ശരീരത്തിൽ
അണ്ടം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് മെഡിസിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു മിസ്മാച്ച് ഉണ്ടാവാനായിട്ടും ആ ഒരു ഓവുലേഷൻ നമുക്ക് നഷ്ടമായി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെഡിസിൻസ് എടുക്കുന്ന ആളുകൾ നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്ത് തുടങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചാൻസ് ഉള്ളത് ക്ലോസ് വാട്ടർ എടുക്കുന്നവർക്കാണ്. നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാമ്പൂ വാട്ടർ തന്നെയാണ്. നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന ഒരു സ്പൈസസ് വെച്ചിട്ട് നമുക്ക് ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ്. ഒരുപാട് ആളുകൾ ഏകദേശം 2000-ത്തിനടുക്കിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ക്ലോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ആയെന്നുള്ളത്. ഇനിയും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. 100-200 പേരുടെ അപ്ഡേറ്റ്സ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലോസ് വാട്ടർ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ഒന്നിൽ കൂടുതൽ അണ്ടം റിലീസ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. കാരണം ഇതിലടങ്ങിയിട്ടുള്ള പല കണ്ടൻസും പല ന്യൂട്രിയൻസും വെച്ചിട്ട് നമുക്ക് ലൂട്രിനൈസിങ് ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ട് അണ്ടത്തിൻ്റെ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ക്ലോസ് വാട്ടർ എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്ത് തുടങ്ങുക. മാക്സിമം നിങ്ങൾ ഓവറേഷൻ ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അണ്ടം നേരത്തെ തന്നെ പ്രൊഡ്യൂസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഒന്നിൽ കൂടുതൽ അണ്ടവും റിലീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ മാതള നാരങ്ങയും ബീട്രൂട്ടുമാണ്. മാതള നാരങ്ങയും ബീട്രൂട്ടിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാം. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പല അസുഖങ്ങളും നമുക്ക് വരുമ്പോഴേക്കും ഡോക്ടേഴ്സും ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന 2 ഫ്രൂട്ട് ഒരു വെജിറ്റബിൾ ഒരു ഫ്രൂട്ടുമാണ് പോമോഗ്രാനേറ്റും അതുപോലെ ബീട്രൂട്ടും എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. കാരണം അതിൻ്റെ സർക്കുലേഷനെ ഒരു പടി കൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ആ ഒരു പോമിഗ്രാനേറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും അത് ശരീരഭാഗങ്ങളിലോട്ട് പ്രോപ്പറായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ പീരിയഡ്സ് കഴിയുന്ന സമയം മുതൽക്ക് തന്നെ ഇത് മാതള നാരങ്ങയും അതുപോലെ ബീട്രൂട്ടും ഒന്നിടവിട്ട ദിവസങ്ങളിൽ എടുക്കുന്നത് ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ തിക്നെസ് പ്രോപ്പറായിട്ട് ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ തിക്നെസ് എത്രയാണോ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് തിക്നെസ് ഉണ്ടാകുന്നത് അത്രയും തിക്നെസ്സിലോട്ട് ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല ഓരോ ശരീരഭാഗത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് മൂലം നിങ്ങളുടെ സെർവിക്സിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. സെർവിക്കൽ മ്യൂക്കസ് ആണ് അണ്ടം റിലീസ് ആകുന്നത് വരെ ശരീരത്തിൽ സെമനെ പിടിച്ചു നിർത്തുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. ഇതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 2 ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ചില ആളുകൾക്കൊരു സംശയമുണ്ട്, ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ 2 ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പീരിയഡ്സ് നേരത്തെ വരുമോ എന്ന് പേടിക്കുന്ന ആളുകളാണ് പലരും തന്നെ. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് ചില ആളുകൾ പീരിയഡ്സ് വരാതാകുമ്പോഴേക്കും ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ മാതള നാരങ്ങ കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും പീരിയഡ്സ് വരാറുണ്ട്. പീരിയഡ്സ് ആണ് നമുക്ക് വരാൻ നിൽക്കുന്നതെങ്കിൽ പീരിയഡ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ടിപ്പ് നിങ്ങളെ സഹായിക്കും. നേരെ മറിച്ച് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ഓൾറെഡി നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയവരാണ് നിങ്ങളെങ്കിൽ ആ പ്രഗ്നൻസിയെ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഈ ടിപ്പ് സഹായിക്കും. എന്നിരുന്നാൽ കൂടി തന്നെ നിങ്ങൾക്കൊരു സംശയവും പേടി മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ധൈര്യമുണ്ട്, ഫോളോ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുക. ദെൻ 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തതായിട്ട് ടിപ്പ് ഫോളോ ചെയ്യുക. കണ്ടിന്യൂസ് ഫോളോ ചെയ്യാതെ ഈ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവയെല്ലാം തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ അണ്ടം ശരീരത്തിൽ നിന്ന് റിലീസ് ആകുന്നതിന് വേണ്ടിയിട്ടും ട്വിൻ പ്രഗ്നൻസിയും ട്രിപ്ലറ്റ് പ്രഗ്നൻസിയും നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ശരീരത്തിൽ കൊടുക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി ട്വിൻസും ട്രിപ്ലറ്റ്സും ഉണ്ടായില്ലെങ്കിൽ കൂടി തന്നെ ഒരു കുഞ്ഞ് ഹെൽത്തി ആയിട്ട് ശരീരത്തിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ഈ ടിപ്സ് തന്നെ ധാരാളമാണ് കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് പ്രഗ്നൻസി പോസിറ്റീവായി കിട്ടുന്നുണ്ട് പക്ഷേ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നില്ല എന്ന്. ഒരുപാട് പേര് ചാനലിൽ പറയുന്ന ഒരു മിസ്റ്റേക്കാണ്, ചേച്ചി പ്രഗ്നൻസി പോസിറ്റീവായി, ഇനി ഏകദേശം സ്കാനിങ് നമുക്ക് വരുന്നത് 3ാമത്തെ മാസമൊക്കെ ആകുമ്പോഴല്ലേ, അപ്പോൾ ഡോക്ടറെ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്റർ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിയുന്ന സമയത്ത് ഏകദേശം പകുതിയായിട്ടുണ്ടാകും. കുഞ്ഞിന് വേണ്ടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് ശരീരത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചയെയും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിനെയും കുഞ്ഞിൻ്റെ ബോൺസിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ഒക്കെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. എന്തെങ്കിലും ഡിഫക്ട്സ് കുഞ്ഞിന് ജന്മന ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് നിന്ന് പോകുന്നതിനോ ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നത് കാരണമാവുന്നു. അതുകൊണ്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ
പ്രിനേറ്റൽ വിറ്റമിൻസ് എടുക്കണം. 6 മാസത്തിൽ കൂടുതലായിട്ട് മെഡിസിൻസുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് ഇട്ടിട്ട് നിങ്ങൾ പിന്നെ അഗെയിൻ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇട്ടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് കമൻസിന് പ്രോപ്പറായിട്ട് റിപ്ലൈ തരാനായിട്ട് സാധിക്കാഞ്ഞത്. ഇപ്പോഴും ഞാൻ നോർമൽ ആയിട്ടുള്ള എൻ്റെ സൗണ്ടിൽ ഒരുപാട് പ്രശ്നമുണ്ട്, അതുപോലെ ചെവിയും ഒരുപാട് ദിവസമായിട്ട് അടഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എന്നാലും മാക്സിമം കമൻസിന് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വഴികൾ നിങ്ങൾക്കുണ്ട്. ഒന്നുകിൽ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഓൺലൈൻ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റർ എന്ന് നിങ്ങൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ WebMD പോലുള്ള ഒരുപാട് വെബ്സൈറ്റിൻ്റെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു പോർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ സൈക്കിൾ ലെങ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുകയും ലാസ്റ്റ് മെൻസ്ട്രേഷൻ എന്താണോ വന്നത് ആ ഡേറ്റും എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. സൈക്കിൾ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നത് അതിനെ ആസ്പദമാക്കിയിട്ടാണ്. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾക്കൊരു 10-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 5-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 10-ാം തീയതി മുതൽ ഈ മാസം 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് സൈക്കിളിൽ എണ്ണി പറയുന്നതാണ്. കലണ്ടറിൽ എണ്ണി പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കലണ്ടറിൽ തന്നെ നോക്കി തിട്ടപ്പെടുത്തണം. കാരണം പല മാസങ്ങളിലും 30, 31 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് ഡിഫറൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിന്, അതായത് ഇടയ്ക്ക് കറ പോയി തുടങ്ങിയ ദിവസത്തിന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.